ഇന്ന് കോളേജുള്ളൊരു ദിവസമായിരുന്നു, പക്ഷെ ഞാനിന്ന് പോയില്ല. മടിയാണോയെന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്. പിന്നെ ഇന്ന് പീരീഡ്സും കൂടെ ആയതുകൊണ്ട് പോകാൻ വയ്യ. സോ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം വെറുതെ കിടന്ന സമയം കളയുക, ഇതൊക്കെ തന്നെ ഉള്ളൊരു ശീലമാണ്. ഇതൊക്കെ മാറ്റണം. എന്തായാലും ഇപ്പം സമയം ഒരു 9 മണി കഴിഞ്ഞു, 9:10 അന്നെ എന്തായാലും കോളേജിൽ പോയി. അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമേ. ഇവിടുത്തെ ഇപ്പോഴത്തെ വെതറിൻ്റെ കാര്യം പറയണ്ട ഗൈസ്, നല്ല തണുപ്പാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പ്, എഴുന്നേക്കാൻ തോന്നൂല. പൈപ്പൊക്കെ തുറന്ന ഐസ് വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന അതേപോലത്തെ വെള്ളമാണ് വരുന്നത്. അത്രയ്ക്കും തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ടൈം ആയാലും ഡിസംബർ നവംബറിൽ പറയണ്ട, ജനുവരി ഫെബ്രുവരി ഒക്കെ നല്ല തണുപ്പാണ്. ഈ സമയവും ഇങ്ങനെയൊക്കെ തന്നെ. നാട്ടിലും മഴയും ഇതൊക്കെ തന്നെ അല്ലേ. പക്ഷെ ഇവിടെ മഴ അത്ര ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു മൂടി ക്ലൈമറ്റും ഭയങ്കര തണുപ്പുമാണ്. പുറത്തിറങ്ങാൻ പറ്റൂല, ഇങ്ങനെ ഇരുന്നോ. അതിൻ്റെ ഒരു മടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സിലും പോയില്ല. അപ്പം ഇനിയിപ്പോൾ പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പോൾ ഫ്രഷൊക്കെ ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സാധാരണ കോളേജിൽ പോകുന്നതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും തട്ടിക്കൂട്ടായിട്ട് ബ്രെഡോ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ മടിയാണ്. മടി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും കഴിക്കണമല്ലോ, വിശക്കാൻ തുടങ്ങി. അപ്പം എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നല്ല മഴ വരുന്നുണ്ട്, അപ്പോഴാണ് അവിടുത്തെ തുണി എടുക്കണ്ടെന്ന്. അങ്ങനെ തുണി എടുത്ത് വെച്ചത് ഇനി മടക്കി വെക്കണം, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോഴത്തേക്ക് സ്കിന്ന് ഇതേ വലിയാൻ തുടങ്ങി, വലിഞ്ഞു വരും. അപ്പം ഇനിയിപ്പോൾ എന്തിടണം? കുറച്ച് മോയ്സ്ചറൈസർ സെറമൊക്കെ ഇടേണ്ടി വരും. ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഇപ്പം പറ്റത്തേ ഇല്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ വലിഞ്ഞ് വരും സ്കിന്ന് മൊത്തത്തിൽ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഫുള്ള് വെള്ളമായിട്ട് ഇങ്ങനെ ചോര വരെ വരുമായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ഇതിനൊക്കെ അഡിക്റ്റ് ആയത്. ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഇത് മനസ്സിലായി തുടങ്ങിയത്. വിറ്റമിൻ സി ഇപ്പം യൂസ് ചെയ്യൽ. കുറച്ച് നാളിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോക്സ് ടെയിലിൻ്റെ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഓരോ പിമ്പിൾ വരുമ്പോഴും ടെൻഷനാണ് ഗൈസ്. ഇതിനി പോകുന്നവരെ ഇതിൻ്റെ ചിന്തയായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് മാത്രമല്ല, ഇതിനെയും കൂടെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഉള്ളതും പൊഴിഞ്ഞു പോവും. പൊഴിഞ്ഞിപ്പോൾ എൻ്റെ തലയൊട്ടി വരെ കാണാം ഗൈസ്. ആ പരിവായിട്ടുണ്ട് മുടിയുടെ കാര്യത്തിൽ. എന്തെങ്കിലും ചെയ്യണം, നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ പാർട്ടീഷൻ ചെയ്ത് മുടി കെട്ടുമ്പോൾ എൻ്റെ തലയോട്ടി ഇവിടെ കാണാം. എൻ്റെ പല വ്ളോഗിലും ഇപ്പോൾ കാണാം. അതാ ഇങ്ങനെ എടുത്താൽ തന്നെ ദേ ഫുള്ള് കണ്ടോ ഗൈസ്, അവസ്ഥ തന്നെ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇനി ഇവിടുന്ന് പോകുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇതിനെയൊക്കെ എന്തായാലും കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഈ മുടി ഒഴിച്ചലിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഉമ്മാടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറടിക്കും മോള്, അപ്പം പിന്നെ ശരിയായിക്കോളും എല്ലാന്ന്. അതും ശരിയാ. ഒരു 4 times എങ്കിലും ഞാനിപ്പം ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാണാനുണ്ട്. അതിൻ്റെ ഒരു ഇതെന്തായാലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ വെള്ളവും
അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫുഡ് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് പോലെ ചെയ്യാം. ഇപ്പം തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഇപ്പം സമയം 10 മണിയായി, 10 മണി കഴിഞ്ഞു. അപ്പം പോയി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പം അതേ നമ്മുടെ ഫില്ലിങ്സിനുള്ള സാധനമായി. അപ്പം ഇത് ഇത്രയും കൂടെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. അപ്പം ഗൈസ്, എൻ്റെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കഴിക്കാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓൾറെഡി സമയം കഴിഞ്ഞു. ഇത് കഴിച്ചിട്ട് വേണം, കുറച്ചിനി പണികളുണ്ട്. അപ്പം കഴിക്കുകയാണേ. ഇപ്പം ഇവിടെ നിന്നാണ് കഴിക്കണ്ടേ. ഞാൻ ഇങ്ങനെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഈസി അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും കൊള്ളാം. ഞാനൊരു സ്മൈലി ഒക്കെ വരയ്ക്കാൻ നോക്കി ഗൈസ്, പക്ഷെ നടന്നില്ല. പിന്നെ ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ, പെട്ടെന്ന് ട്രൈ ചെയ്യാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഫുഡ് കഴിച്ചു, വേറെന്തായാലും നിറഞ്ഞു. ഇനിയിപ്പം അരി ഇടണം. ചെറുതായിട്ടൊരു കോവയ്ക്ക് എന്തോ സാധനം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ മറ്റേ മെഴുക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എഴുതാനുണ്ട്, പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ 1-2 വീഡിയോസ് എടുക്കാനുണ്ട്. ഇന്നിങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ശരിക്കും ഞാൻ ലീവ് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം പീരീഡ്സ് ആയിട്ട് ഉള്ളൊരു ഇതുണ്ടായിരുന്നു, മടിയുണ്ടായിരുന്നു, അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ 2-3 ദിവസമായിട്ട് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണാം. അതിനെന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളിലൊക്കെ കുറച്ച് ദിവസം കുറച്ച് സ്ട്രെസ്സും റെസ്റ്റും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോന്ന് കഴിയുമ്പോൾ ഓരോ പണി വരുവാണ്. നമുക്കിവിടെ ഈ അരിയാണ് കിട്ടുന്നത്. ഇത് എന്താ മട്ടരിയോ അങ്ങനെ എന്തോ പറയുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇതല്ല, മറ്റേ ഇതിൻ്റെ തന്നെ വെള്ള കളറിലുണ്ടല്ലോ ആ സാധനം. അപ്പം നമ്മളിവിടെ അരി ഇടുന്നത് ഈ കപ്പിന് ഒരു ഗ്ലാസ് അരി എന്ന രീതിക്ക് ഇടുന്നത്. അപ്പം ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാൻ പറ്റും 2 പേർക്ക്. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്ക്. നമ്മൾ അരി ആണെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പഠിക്കത്തില്ല. പിന്നെ കുക്കിംഗ് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ചെയ്യാൻ. അരി ഇതുള്ളതുകൊണ്ട് പിന്നെ ചെയ്യും. എല്ലാം വെറൈറ്റി ട്രൈ ചെയ്യാനും അതൊക്കെ ഇഷ്ടമാണ്. ഞാനൊരു 7ാം ക്ലാസ് ആ സമയം തൊട്ടേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. വീട്ടിലാണെങ്കിൽ തന്നെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അടുക്കളയിൽ കയറണമെന്നുണ്ടെങ്കിൽ സാധനം വേണം. സാധനം ഇല്ലാതെ എനിക്ക് അടുക്കളയിൽ കയറുന്ന ഇഷ്ടമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കയറുമ്പം അതിനേതായ സാധനങ്ങളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം തട്ടിക്കൂട്ടെന്നുള്ള രീതിക്കായി, ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു രീതിയായി. ഇത് കഴിഞ്ഞ ദിവസം സെപ്റ്റോയിന് ചുമ്മാ മേടിച്ചതാണ്. എന്തെങ്കിലും ഉച്ചയ്ക്ക് കൂടെ കഴിക്കാൻ വേണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഇതിന് നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ചെയ്ത് നോക്കാം. ഈ സാധനം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും, കോവയ്ക്ക. വീട്ടിൽ മുമ്പ് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ വാപ്പാണെങ്കിൽ എന്ത് ചെയ്ത്, പാമ്പ് കയറുന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചെടി ഫുള്ള് ഇതാക്കി. വീട്ടിൽ ഉമ്മാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സവോളയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും ചോറ് സെറ്റായിട്ടുണ്ട്. പിന്നെ കോവയ്ക്കയും റെഡിയായി എന്നാണ് കോവയ്ക്കയും സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി എഴുതാനിരിക്കാൻ പോവുകയാണ്. അപ്പം അതൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളും എഴുതാനുണ്ട്. അപ്പം അത് എഴുതണം. ഉച്ചയ്ക്ക് ഇതേ ഫുഡ് കഴിക്കാൻ ഒരാൾ വന്നിരുന്നു ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നുപോയി. എങ്ങനെയുണ്ട് എന്നെ കോവയ്ക്ക? കൊള്ളാം, സൂപ്പർ. ചെറുതായിട്ട് കിടന്ന് പോയി. ഫുഡ് കഴിക്കാൻ സമയമായി. അവളിതേ ക്ലാസ്സിൽ നിന്ന് വന്ന് ഫുഡ് കഴിച്ച്. ഇനി 2 മണി കഴിഞ്ഞ് അവൾ പോവും. കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ചെയ്ത് കിടന്നുറങ്ങിപ്പോയി. ഇപ്പം 2 മണി കഴിഞ്ഞ്.
ഫുഡ് കഴിക്കണം. പക്ഷെ വിശപ്പില്ല. ഇനിയും ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. ഇവിടുത്തെ ഇങ്ങനത്തെ ഈ വെതറൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങാതിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് എഴുതാനുണ്ട്. എഴുതാനുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടായിരുന്നു വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റായി. അപ്പം ഇനി അത് കുറച്ച് എഴുതാനുണ്ട്. നോക്കട്ടെ, ട്രൈ ചെയ്യാം. അല്ലാതെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു സാധനം എനിക്ക് ചെയ്യാനുണ്ട്. ചെയ്തിട്ട് എന്തായാലും കാണിക്കാം. പിന്നെ ചാർജ് ഒട്ടുമില്ല ഫോൺ ഇപ്പോൾ ഡെഡാവും. ഒരു 2% കൂടെ ഉള്ളൂ. അപ്പോൾ ഈവനിങ് കാണാം. ടാറ്റാ. അപ്പം പണികളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാം. ഇപ്പം 3:15 ഫുഡ് കഴിക്കാൻ പോവാണ്. കോവയ്ക്ക മെഴുക്ക് വരട്ടി, അച്ചാറ്. മെഴുക്ക് വരട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അന്ന പറഞ്ഞ് കൊള്ളാമെന്ന്. അന്ന കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ നല്ലതായിരിക്കും. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഞാൻ എന്തൊക്കെയോ പൊടികൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. കൈ കിട്ടി ചില സമയം ചില സാധനം ഉണ്ടാക്കുമ്പോൾ കൈ കിട്ടുന്നൊക്കെ വാരിയിടലിൽ പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാം എന്തായാലും. അപ്പം ഇത് കഴിച്ചിട്ട് കാണാം. ഫുഡ് എന്തായാലും കഴിച്ചു. മീനുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങും. മീൻ്റെ ഒരു ഇത് കിട്ടിയാൽ ചോറ് കഴിക്കും. അതുകൊണ്ട് കഴിച്ചു. 4 മണിയാവാൻ പോന്നു. അപ്പോൾ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ താഴോട്ട് പോകണം. ഇനി 18-ാം പടി ഇറങ്ങി കോളേജിൻ്റെ ഏരിയയിലോട്ട് പോകണം. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അകത്ത് ഒരു 6 മിനിറ്റ് നടക്കാനുണ്ട് കോളേജിൻ്റെ അങ്ങോട്ട്. ഇവിടെ അടുത്ത് സ്റ്റേഷനറി കടയുണ്ട്. എവിടുന്നേലും വാങ്ങാം. എന്തായാലും റെഡി ആയിട്ട് പോയി സാധനം മേടിച്ചിട്ട് വരാം. അപ്പം താഴോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം താഴോട്ട് പോവാം. മേടിക്കാൻ വന്നത് ഇതും ഇതൊക്കെ തന്നെയാണ്. വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് ചേച്ചിയുടെ മോളെ കിട്ടി. സാധനമൊക്കെ മേടിച്ചു. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വഴിയിൽ നിന്ന് ഇതിനെ കിട്ടി. എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഓ സുഖമായിരുന്നു. ഞങ്ങൾ റൂമിന്റെ വാതിലെത്തി ഗൈസ്. അന്നയുടെ ഫോൺ കാണിച്ചേ. ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ ഇളകി അന്നയുടെ മുഖത്തടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അതിന്റെ റബ്ബർ ഇട്ട് കെട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. റൂം എത്തി. ഇനി കുറച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ഇടാം. ബെഡൊക്കെ ആകെ കൊള്ളായിരിക്കുക. ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അറിയില്ല ഗൈസ് ഇതെന്താവുമെന്ന്. എന്തായാലും ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിക്കാമേ. അപ്പം ഗൈസ് ഇന്ന് ഇതായിരുന്നു കേട്ടോ ചെയ്തേ. ഒരു കുഞ്ഞു സാധനം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മടി പിടിച്ചിരുന്ന ദിവസം ഞാൻ ചെയ്തു കൂട്ടിയത് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ ഇന്ന് ചെയ്ത കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് എനിത്തിങ് ഈസ് പോസിബിൾ. സംഭവം എന്തായാലും ചെറിയ കാര്യമാണ്, പക്ഷെ എനിക്കിത് വലിയ കാര്യമാണ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ടാറ്റാ.